എനിക്കിത് സെക്കൻഡ് മാരേജാ. ആദ്യ വിവാഹം എല്ലാം നോക്കി തന്നെ നടത്തിയ. പക്ഷേ ഞങ്ങൾ തമ്മിൽ ശരിയായില്ല. തുടർച്ചയായി പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു ജീവിതം വേണ്ടാന്ന് തീരുമാനിച്ചു. ഇപ്പോ ഡിവോഴ്സിന് അപേക്ഷിച്ചിരിക്കോ? അപേക്ഷിച്ചിരിക്കണോ? കുറച്ചു നാളിനുള്ളില് ഡിവോഴ്സ് കിട്ടും. എല്ലാം ഞങ്ങൾ കണ്ട അന്ന് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാ. ഇത്ര സെൻസിറ്റീവായ കാര്യങ്ങള് ആദ്യമേ സംസാരിക്കുന്നതല്ലേ നല്ലത്. സോറി, സുഭാഷ് ഏട്ടൻ ഞങ്ങളോട് ഇതൊന്നും പറഞ്ഞില്ല. അതാ. ഡിവോഴ്സ് കിട്ടിയായിരുന്നോ? കിട്ടും. ഒരു 2-3 മാസത്തിനുള്ളിൽ ഉറപ്പായി കിട്ടും. 2-3 മാസം? അഞ്ചാറ് വർഷം അയാളുടെ കൂടെ എന്റെ മോള് സഹിച്ച് ജീവിച്ചു. പറ്റാതായപ്പോഴാ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇപ്പൊ ഞങ്ങളോടൊപ്പം 3 വർഷമായി. അല്ലടത്തി, അതെ. അപ്പൊ 9 വർഷമായില്ലേ? അപ്പൊ വയസ്സ് കുറെ ആയി കാണും. അത് കണ്ടാലും തോന്നുന്നുണ്ട്. ഡിവോഴ്സ് മുന്നേ കിട്ടിയനെ. പക്ഷേ അയാൾ തരില്ല എന്ന് ആദ്യം കുറച്ച് വാശി കാണിച്ചു. ഇപ്പോഴല്ല ശരിയായത്. മുൻപ് പറ്റിയ തെറ്റ് ഇനി ആവർത്തിക്കേണ്ടെന്ന് വെച്ചാ ഈ അലയൻസ് വന്നപ്പോ എല്ലാം ആദ്യം മുതലേ ജയന്തിക്ക് ബോധ്യപ്പെട്ടിട്ട് മതിയെന്ന് തീരുമാനിച്ചത്. അല്ല, ചെറുക്കനെന്ത് മാസ വരുമാനം ഉണ്ടാവും? അത് പണി പോലെ ഇരിക്കും. പക്ഷേ സുഭാഷിനെ പോലൊരു പണിക്കാരന് വീട്ടിലിരിക്കാൻ നേരം ഉണ്ടാവില്ല. അതാ കാര്യം. മോക്ക് എന്ത് പ്രായമുണ്ട്? എനിക്ക് 35 വയസ്സാവുന്നു. 35? അതൊക്കെ നിങ്ങൾ സംസാരിച്ചാച്ച. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ചെറുക്കം പെണ്ണിനേക്കാൾ 3 വയസ്സിന് ഇളയതാണെന്നല്ലേ ഉള്ളൂ. അതൊക്കെ ഇപ്പൊ ആര് നോക്കുന്നു? ആ, ഞങ്ങൾ നോക്കും. പറഞ്ഞാ കേക്കത്തവന്മാര്. അച്ഛാ, അച്ഛനൊന്നും മിണ്ടായിരിക്കേ. അച്ഛാ, എല്ലാം ആദ്യം സംസാരിച്ചിട്ടാണല്ലോ ഞാൻ സമ്മതിച്ചത്. സുഭാഷ് പറഞ്ഞ പ്രകാരം ഞങ്ങളെല്ലാത്തിനും തയ്യാറായി വന്നിരിക്കുന്നത്. നിങ്ങൾ റെഡിയാണെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച നല്ല ദിവസമാണ്. അന്ന് നിശ്ചയം നടത്തി വയ്ക്കാം. നിശ്ചയോ? വീട്ടിലെ കാരണവരല്ലേ പറയണ്ടേ? പറയൂ ഭാസ്കരേട്ടാ, നമുക്കതങ്ങ് ഉറപ്പിക്കാല്ലേ. പിന്നെ എന്നോട് ചോദിച്ചിട്ടാണല്ലോ ഇവിടെ എല്ലാം നടക്കുന്നത്. മാറിക്കടാ ഭാസ്കരേട്ടാ. ഭാസ്കരേട്ടത്തിന്റെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. എന്താ സുഭാഷേ ഇത്? ഞാൻ മുമ്പ് സംസാരിച്ചിരുന്നല്ലേ അച്ഛൻ്റെ സ്വഭാവം അതാ. നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ വരുന്ന വെള്ളിയാഴ്ച നിശ്ചയം നടത്താമല്ലോ. സുഭാഷ് പറ. ചേട്ടാ. ആ, ശരി, ആവാം. ശരിയെന്നോ? അപ്പൊ സമയം നോക്കി ഞങ്ങൾ അറിയിക്കാം. എന്നാ വരട്ടെ? വാ. ശരി എന്നാ. ഓക്കെ. വരട്ടെ. ചേട്ടാ.
സുഭാഷനും നിന്നേ. കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അതെ, ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാം. വെള്ളം പിന്നെ കുടിച്ചാൽ മതി. ആദ്യം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. ഇതിനാണോ ഞങ്ങളോട് ആരോടും ചോദിക്കാണ്ട് പോയി കല്യാണം ഉറപ്പിച്ച് വന്നേ? അതിനിപ്പോ എന്താടാ, നിങ്ങളുടെ ചേട്ടന്റെ കല്യാണം നടക്കണമെന്ന് നിങ്ങൾക്ക് കൂടി ആഗ്രഹമായിരുന്നില്ലേ? ഹായ്, അതിന് ഇങ്ങനെയാണോ പരിഹാരം കാണണ്ടേ? സുഭാഷ് ഏട്ടാ, ആ കുടുംബത്തെ പറ്റിയോ പെണ്ണിനെ പറ്റിയോ ഒരു വാക്ക് പോലും അന്വേഷിക്കാതെയും ഞങ്ങളോട് പോലും പറയാതെ എന്തിനാ ഒറ്റയ്ക്ക് പോയി എല്ലാം തീരുമാനിച്ചിട്ട് വന്നേ? ശരി, ആയിക്കോട്ടെ. പക്ഷെ ഇതാണ് വേണ്ട ബന്ധമെന്ന് സുഭാഷ് ചേട്ടന് ഉറപ്പുണ്ടോ? സുഭാഷ് ഏട്ടാ, ഈ സെക്കൻഡ് മാരേജിന് ഒരുങ്ങുന്ന ഒരു പെണ്ണ് തന്നെ വേണം നമുക്ക്. അതെന്താടാ, ഒരു ബന്ധം ശരിയായില്ലെങ്കിൽ മറ്റൊരാളെ വിവാഹം ചെയ്യുന്നത് അത്ര വലിയ തെറ്റാണോ? ഈ ചേട്ടന് എന്താ? ചേട്ടന്റെ രണ്ടാം കല്യാണം ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. പോരാത്തന്നെ ചേട്ടനേക്കാൾ പ്രായം കൂടുതലും. അങ്ങനെ ഒരാളെ തിരക്കിട്ടിട്ട് കല്യാണം കഴിക്കേണ്ട എന്ത് കാര്യമുള്ള സുഭാഷ് ഏട്ടാ? അതെ സുഭാഷ് ഏട്ടാ, ആ വീട്ടുകാരെ ആ സ്ത്രീനെ ഞാൻ തെറ്റു പറയുന്നില്ല. അത് അവരുടെ തീരുമാനം. പക്ഷെ അത് സുഭാഷ് ചേട്ടന് ശരിയാവുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ല, നമ്മൾ എത്ര വീട്ടിൽ പെണ്ണ് കാണാൻ പോയി? എവിടെയെങ്കിലും ഒരു പെണ്ണ് ഇങ്ങോട്ട് വന്ന് ചെറുക്കനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? ആ കുട്ടി ഇങ്ങോട്ട് വന്നതാണോ? ഇതത്ര പഴയ കാലമൊന്നും അല്ലല്ലോ. കാര്യങ്ങളൊക്കെ മാറിയെന്ന് വരില്ലേ? ആയിക്കോട്ടെ, സെക്കൻഡറി മാരേജ് ആയതും പെൺകുട്ടി ഇങ്ങോട്ട് വന്നതും ഒന്നും തെറ്റല്ല, സമ്മതിച്ചു. പക്ഷെ അവരെ പറ്റി ശരിയായിട്ട് അന്വേഷിച്ചിട്ടാണോ സുഭാഷ് ചേട്ടൻ സമ്മതിച്ചത്? അവരുടെ സംസാരത്തില് അനാവശ്യമായിട്ടുള്ള ഒരു തിടുക്കം ഉണ്ടായിരുന്നില്ലേ? അത് ശ്രദ്ധിച്ചോ? സാധാരണ ഒരു വീട്ടിൽ നിന്ന് ആ വീട്ടിലെ കാരണവര് സംസാരം മധ്യ ഇറങ്ങിപ്പോയാ ഫെയിൽ ആവേണ്ടതാ. അവരത് കാര്യാക്കിയില്ല. ശരിയാ. മാത്രമല്ല, ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴേക്കും നിശ്ചയത്തിന്റെ തീയതിയും കുറിച്ച് വന്നിരിക്കാം. എങ്ങനെയെങ്കിലും വെള്ളിയാഴ്ച നിശ്ചയം നടത്തിയാൽ മതിയെന്നാ അവർക്ക്. ശരിയാ. നമ്മളാരും ആ വീടും പരിസരവും കണ്ടിട്ട് പോലുമില്ല. അല്ല, നിശ്ചയത്തിനെന്ന് കാണാമല്ലോ മോളെ. അതെങ്ങനെയാ സുഭാഷ് ചേട്ടാ? നിശ്ചയം കഴിഞ്ഞാൽ നമുക്ക് പിൻവാങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിച്ചാ പോരെ? നീയും ഇപ്പോ ഇവരോടൊപ്പം ചേർന്ന് സംസാരിക്കണം മോളെ. എനിക്ക് കല്യാണം നടക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചല്ലേ? അവരത്രയ്ക്കും തിടുക്കൊന്നും കാണിച്ചിട്ടില്ല മോളെ. ഞാൻ കുറെ നാളായിട്ട് ബ്രോക്കറോട് കാര്യങ്ങൾ സംസാരിക്കുന്നതല്ലേ? ശരി, സമ്മതിച്ചു. പക്ഷേ എന്തിനാ ഇത്ര പെട്ടെന്ന് നിശ്ചയം നടത്തണേ? ഡിവോഴ്സ് കിട്ടാൻ 3 മാസം കൂടി വേണമെന്ന് അവര് പറഞ്ഞല്ലേ? അത് കിട്ടിയതിനു ശേഷം നിശ്ചയം നടത്തിയാ പോരെ? അതെ, മതി. എടാ, അവര് പറഞ്ഞില്ലേ അത് അന്ന് നല്ലൊരു ദിവസമാണെന്ന്. ഡിവോഴ്സ് കിട്ടാൻ 3 മാസം കൂടി വേണമെന്ന് അവര് പറഞ്ഞല്ലേ? അത് കിട്ടിയതിനു ശേഷം നിശ്ചയം നടത്തിയാ പോരെ? അതെ, മതി. എടാ, അവര് പറഞ്ഞില്ലേ അത് അന്ന് നല്ലൊരു ദിവസമാണെന്ന്. ആ ദിവസം ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ നല്ലൊരു ദിവസം ഇല്ലായിരിക്കും അല്ലേ? ഇത് ശരിയാവില്ല സുഭാഷ് ചേട്ടാ. എന്ത് വർത്താനം നിങ്ങൾ ഈ പറയുന്നേ? ഞാൻ കല്യാണം കഴിക്കാതിരിക്കുന്നതിലായിരുന്നല്ലോ നിങ്ങളുടെയൊക്കെ പ്രശ്നം. ഇപ്പൊ കഴിക്കാൻ തീരുമാനിച്ചപ്പോ അതും കുഴപ്പമായോ? സുഭാഷ് ചേട്ടൻ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് കഴിയണം. പക്ഷെ അത് ഇങ്ങനെയാണോ വേണ്ടതെന്നതിലാ സംശയം. ആ വീട്ടുകാർ എന്തൊക്കെയോ മറക്കുന്നുണ്ട്, അത് ഉറപ്പാ. അതെ, കറക്റ്റ്. നിധി പറഞ്ഞ ശരിയാ. സുഭാഷ് ചേട്ടാ, ചേട്ടൻ ഏതോ കെണിയിലേക്കാണ് പോണെന്നാ എനിക്ക് തോന്നുന്നത് കേട്ടാ. എടാ, അങ്ങനെയൊന്നും പറയില്ലേ സുധീഷേ.
എടാ ഇവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ ആ ബ്രോക്കറുമായിട്ട് വിശദമായിട്ട് സംസാരിച്ചതാ. ആ പെൺകുട്ടിയെ നേരിൽ കണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തുറന്നു പറയുകയും ചെയ്തു. എന്താടാ ആ രണ്ടാം കെട്ടുകാരിയെ ഭാര്യയായിട്ട് നീ അങ്ങ് തീരുമാനിച്ചോ? അതെ അച്ഛാ. എടാ നിനക്ക് എന്തിനാണ് ഇങ്ങനൊരു കല്യാണം? അവള് നിന്നെക്കാളും മൂത്തതല്ലേ? അക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച് തീർത്തതാ. ഇനിയിപ്പം നമുക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. സുഭാഷേട്ടാ, ഡിവോഴ്സ് പോലും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. അത് കിട്ടിയതിനു ശേഷം നമുക്ക് നിശ്ചയം നടത്താന്നേ. എന്തിനിപ്പോ ഇങ്ങനെ ധൃതി പിടിക്കണേ? അവരിപ്പോ എന്തായാലും ഇത്രയും വർഷം കാത്തിരുന്നില്ലേ? ഇനിയിപ്പോ കുറച്ച് നാൾ കൂടിയല്ലേ വേണ്ടു. അത് ഇപ്പൊ ചെയ്യാൻ മാത്രം എന്താ ഇത്ര തടസ്സമുള്ളേ? എടാ ഭാസ്കരൻ കുറെ ആളുകളെ കണ്ടിട്ടുള്ള ആ അനുഭവം വെച്ച് പറയാ. ആ കുടുംബം പെശക. അച്ഛനും അമ്മയും അമ്മായിയും ആ പെണ്ണും അടക്കം എല്ലാം കുഴപ്പക്കാരാ. ഓർമ്മ വെച്ചോ നീ. എടാ അവർക്ക് അല്പമെങ്കിലും മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാം കെട്ടിന് തയ്യാറായി നിൽക്കുന്ന പെണ്ണിനെയും കൊണ്ട് ആദ്യ വിവാഹം നടക്കാൻ പോകുന്ന ചെറുക്കന്റെ വീട്ടിലേക്ക് കയറി വരുമോ? ശരിയല്ലേ? ആദ്യത്തെ വിവാഹം പ്രശ്നമായതുകൊണ്ട് എല്ലാം ആ കുട്ടി നോക്കിയും കണ്ടും ചെയ്യാനാണെന്ന് അവര് പറഞ്ഞില്ല അച്ഛാ. ഓ കോപ്പാ. എടാ നീ ആദ്യം നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യടാ കഴുതേ. കല്യാണം നടക്കുന്നില്ലെന്ന് വിചാരിച്ച് എവിടെയെങ്കിലും കൊണ്ട് തല വയ്ക്കുന്നതാണോ? എടാ ഇത് നിന്റെ ജീവിതമാ, നീയാ ശ്രദ്ധിക്കേണ്ടത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ആ അച്ഛൻ അങ്ങനെയൊക്കെ പറയും, നിങ്ങളത് കാര്യമാക്കണ്ട. അതെ, എല്ലാം നല്ല നിലയിൽ നടക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പോയി നോക്ക്. സുഭാഷേട്ടാ, നമ്മൾ കൂടുതലായിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. ഈ വിവാഹത്തില് സുഭാഷ് ചേട്ടന് അത്രയ്ക്കും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതേപ്പറ്റി ഇനി സംസാരിക്കണ്ട, അല്ലേ? അതെ, എന്നാ പിന്നെ വരുന്ന പോലെ വരട്ടെ. നികേഷേ, എന്താടാ? പേടി തോന്നി നടത്തി, അതാ. ഒരു കുഴപ്പമുണ്ടാവില്ല, എല്ലാം നല്ല നിലയിൽ അവസാനിക്കുന്നു വിചാരിക്കും. ആ മതി, ഇനിയിപ്പോ നമുക്ക് ഇത് തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സുഭാഷ് ചേട്ടൻ കേട്ട ആൾക്കും അത് വിഷമാവും. ഡാ, ഞാനൊന്ന് പുറത്തു വിട്ടാ നീ കാലു പറ്റി. ഞാനുണ്ട് സുധീഷേട്ടാ, എനിക്കിവിടെ ഇരിക്കാൻ തോന്നുന്നില്ല. ആ എന്നാ വാ. വാ നികേഷേ, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. രാത്രി ഒന്നും ഇവിടെ ഇല്ല. വിശപ്പില്ല എടുത്തി. നമുക്ക് വേണമെങ്കിൽ കഴിക്കാതിരിക്കാം, പക്ഷെ ഇന്ന് സുഭാഷ് ചേട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. നമ്മളെല്ലാവരും എതിർത്ത് നിന്നത് ആളെ നന്നായി വേദനിപ്പിച്ചിട്ടുണ്ട്. അകത്ത് ചെന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായില്ലേ? നീ വാ. ആ മോള് ചായ കേട്ടോ? ആ സുഭാഷ് ചേട്ടൻ എടുക്കട്ടെ. ആ സുഭാഷ് ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. സത്യം പറയണം. ഞാനെന്തിനാ മോളോട് നുണ പറയുന്നേ? ആ വിശ്വാസത്തിലാ ചോദിക്കുന്നത്, തെറ്റായിട്ട് എടുക്കരുത്. എന്നാലും ഞാൻ ചോദിക്കാം, സുഭാഷ് ചേട്ടനെ ശരിക്കും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ ഈ കല്യാണം നിശ്ചയിച്ചത്? എന്താ മോളെ എല്ലാവരും ഇത് തന്നെ ചോദിക്കുന്നത്? ശരിക്കും മനസ്സുകൊണ്ട് സന്തോഷിച്ചാണോ ഈ തീരുമാനം എടുത്തത്? എനിക്ക് സന്തോഷം തന്നെ മോളെ. എന്തേലും പ്രത്യേക കാരണം കൊണ്ട് തീരുമാനിച്ചല്ലോ അല്ലേ? ആ കുട്ടി ഡിവോഴ്സ് ആകാൻ പോകുന്നോണ്ടാണോ? അങ്ങനെയുള്ള കുട്ടികൾ വീണ്ടും കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. അയ്യോ, അതൊന്നും അല്ല. അതിലൊന്നും ഞാൻ തെറ്റ് പറയില്ല. പിന്നെന്താ, ആ കുട്ടിക്ക് പ്രായക്കൂടുതലുള്ളതുകൊണ്ടാണോ?
അതും രണ്ടുപേര് തമ്മിലുള്ള തീരുമാന. അതിലൊന്നും ആരും എതിര് പറയില്ല. പിന്നെന്താ പ്രശ്നം? എനിക്ക് ഈ കല്യാണത്തിന്റെ പ്രോസസ്സിലാ പ്രശ്നം. ഇത്തിരി പെട്ടെന്നായോന്നൊരു തോന്നല്. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയെന്ന് സുഭാഷേട്ടൻ വിചാരിക്കുന്ന പോലെ. നമ്മളാരും പെണ്ണിന്റെ വീട്ടിൽ പോയിട്ടില്ല, അവരെ പറ്റി അന്വേഷിച്ചിട്ടില്ല. അപ്പോഴേക്കും നിശ്ചയം വരെ തീരുമാനിച്ചു. അതാ എല്ലാ തീരുമാനം അവരെടുക്കുന്നു, നമ്മൾ വെറുതെ ഓക്കേന്ന് മാത്രം പറയുന്നു. ആ കുട്ടി നമ്മുടേതുപോലുള്ള ഒരു ജോയിന്റ് ഫാമിലിയിൽ കഴിയാൻ സമ്മതിക്കോ സുഭാഷേട്ടാ? അതൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ. ഞാനും അനിയന്മാരും അവസാനം വരെ ഒരുമിച്ചേ താമസിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കുള്ള ഒരേ ഒരു ഡിമാൻഡ് അത് മാത്രമായിരുന്നു. അതിന് ആ കുട്ടി ഓക്കെയാണ്. ഉറപ്പാണോ? ഉവ്വ് മോളെ. അതുകൊണ്ട് ആ കുട്ടി വന്ന് വീടെല്ലാം കണ്ടിട്ട് പോയത്. കണ്ടിട്ടും ആ കുട്ടി കുഴപ്പമൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്താ? ഞാൻ എടുത്തു ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. സുഭാഷ് ചേട്ടൻ ഈ കുടുംബം എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം. കല്യാണം കഴിഞ്ഞിട്ട് ആ കുട്ടി മാറി താമസിക്കണമെന്ന് പറഞ്ഞാൽ അത് സുഭാഷ് ചേട്ടന് താങ്ങാൻ പറ്റില്ല എന്നും എനിക്കറിയാം. ആ കാരണം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഏയ്, ഒന്നും ഉണ്ടാവില്ല മോളെ. മോള് ധൈര്യമായിട്ടിരിക്കേ. സുഭാഷ് ചേട്ടൻ ഓക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. സുഭാഷ് ചേട്ടൻ ആ കുട്ടിയോട് ഒരു ദിവസമല്ലേ സംസാരിച്ചുള്ളൂ? അതെ. എത്ര നേരം? ഒരു അരമണിക്കൂർ. അത് പിന്നെ സംസാരിച്ചിട്ടേ ഇല്ല? ഇല്ല. എന്തേ? അല്ല, നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അരമണിക്കൂർ മതിയോ? അത് ധാരാളമല്ലേ മോളെ. അതിന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്താ ഒരു സംശയം? ഒന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവല്ലേ? സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണില്ലേ? രണ്ടുപേരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ മനസ്സിലാക്കണ്ടേ? എനിക്ക് തന്നെ ഇപ്പൊ എത്ര സംശയങ്ങളാ. അതൊക്കെ നിങ്ങൾക്കും ഉണ്ടാവില്ലേ? സുഭാഷ് ചേട്ടൻ ആ കുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങണം. നിശ്ചയം കഴിഞ്ഞാലും വിവാഹത്തിന് സമയമുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. സുഭാഷ് ചേട്ടന്റെ ജീവിതത്തിൽ ഒരു പോറൽ പോലും ഉണ്ടാവരുതെന്ന് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുന്ന തെറ്റായി എടുക്കണ്ട. ശരി. ഇതെന്താ വണ്ടിയൊക്കെ തുടക്കുന്നത്? വണ്ടിയിലാണോ പോകുന്നത്? അതെ. അല്ല, സാധാരണ ബസ്സിലാണല്ലോ പോവാറുള്ളത്, അതുകൊണ്ട് ചോദിച്ചാ. ഇതെന്താ വെറുതെ മൂടിയിടാൻ വേണ്ടി വാങ്ങിയതാണോ? ഇയാള് തന്നെയല്ലേ പറഞ്ഞത് റോഡിൽ മുഴുവൻ വലിയ വണ്ടികളാണ്, വെയില് കൊള്ളുന്നു, മഴ പ്രശ്നമെന്നൊക്കെ. പറഞ്ഞതൊക്കെ തന്നെയാ. എന്നുവെച്ച് എനിക്കിന്ന് വണ്ടി പോകാൻ തോന്നുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അല്ല നിധി, ഞാൻ തുറച്ചേർന്നോ? സഹായിക്കണമെന്നില്ല. ഓക്കെ, ആയിക്കോട്ടെ. അല്ല, ബസ്സിൽ പോകത്തിന്റെ കാരണം പറഞ്ഞില്ല. ബസ് സ്റ്റോപ്പിലെ ചില അലവലാദികൾ വായി നോക്കാൻ നിൽക്കും, അത് ഒഴിവാക്കാനാ. എന്താ, മതിയോ? പറയുന്നത് എന്നെ പറ്റിയാണ്. എന്നാലും സാരമില്ല, കേൾക്കാം. അല്ല നിധി, ആരാ അവിടെ അങ്ങനെ വന്ന് നിൽക്കുന്നത്? അലവലാതി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അറിഞ്ഞൂടെ? ഓ, എന്തു പറ്റി? സ്റ്റാർട്ട് ആവുന്നില്ലേ? ഒന്നുകൂടെ നോക്കുന്നേ. ഞാൻ വേണമെങ്കിൽ നോക്കി തരാം കേട്ടോ. വേണ്ട, ഞാൻ ചെയ്തോളാം കേട്ടോ. ഓക്കേ. നിധി, ഇത് കേടാണെങ്കിൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാട്ടാ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓട്ടോ കയറ്റി വിടാം. നിങ്ങക്ക് എന്താ പ്രശ്നം? അല്ല, എനിക്കെന്തായാലും ബസ് സ്റ്റോപ്പിൽ പോണം. അവിടെ ഗായത്രി, സോറി, ഗായു ഉണ്ടാവേ, അവളെ ഒന്ന് കാണണം. ഏത് ഈ
എന്നെ കാത്തു നിൽക്കുന്ന അവളെ നിരാശപ്പെടുത്തരുതല്ലോ. ഏതായാലും ഞാൻ അവിടെ വരെ പോവല്ലേ, അതുകൊണ്ട് അപ്പൊ ഒരു സഹായം എന്ന നിലയിൽ ഞാൻ നിധി അവിടെ വിട്ടേക്കാന്ന് പറഞ്ഞാണേ. അതെ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഈ ഡ്രസ് എങ്ങനെയുണ്ട്? അല്ല, ഗായുവിന് ഈ കളർ ഇഷ്ടാവോന്ന് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചാ. അവൾക്ക് ഇഷ്ടാവും അവളോട് ചോദിക്കണം, എന്നോടല്ല ചോദിക്കേണ്ടത്. ഓ, അപ്പൊ ഞാൻ മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറയുന്നത് പിടിക്കുന്നില്ലല്ലേ? അതിനർത്ഥം ഉള്ളിൽ എന്നോട് ഇഷ്ടമുണ്ടെന്നല്ലേ? ഞാൻ പിന്നാലെ ഉണ്ട്. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നേ? വെറുതെ ഒരു കമ്പനിക്ക് വേണ്ടി വന്നതാ. എനിക്കിപ്പോ അങ്ങനെ ഒരു കമ്പനി വേണ്ട. നിങ്ങളുടെ ബൈക്കിന് സ്പീഡ് ഉള്ളതല്ലേ, ഓടിച്ചു പൊക്കൂടെ? മുന്നിലും പിന്നിലും അല്ല, ഒപ്പം വരാനാ എനിക്കിഷ്ടം. എന്ത്? അല്ല, വേണമെങ്കിൽ ഞാൻ പിന്നാലെ വരാന്ന് പറയായിരുന്നു. പിന്നിലും വേണ്ട മുന്നിലും വേണ്ട, ഒന്ന് വേഗം പോയാ മതി. അല്ല, എനിക്ക് തിരക്കില്ല. എനിക്ക് കാണേണ്ട ആളെ ബസ് സ്റ്റോപ്പിൽ തന്നെ ഉണ്ടാവും, എങ്ങോട്ടും പോവില്ല. ഓ, ഒരാള് മുഖം കണ്ടാലും മതി. എന്താ പറഞ്ഞേ? നിങ്ങൾ കേൾക്കാനുള്ളതൊന്നും പറഞ്ഞില്ല. എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ വീട്ടിലെത്തിക്കണം എന്ന വാശിയിൽ എല്ലാം തിടുക്കത്തിൽ അങ്ങോട്ട് ചെയ്യാം. ആ പെണ്ണിന്റെ വീട്ടുകാരും എന്തിന്, ആ പെണ്ണ് പോലും ഒരു പ്രത്യേക ടൈപ്പ് പോലെ പെരുമാറണേ. സീരിയസ് ആയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതെന്താ? സുഭാഷ് ചേട്ടന്റെ കല്യാണത്തെ പറ്റിയാ. ഞങ്ങളും അതേപ്പറ്റി സംസാരിച്ചോണ്ട് വരുമായിരുന്നു. എന്തോ അതങ്ങ് ശരിയാവോന്നൊരു പേടിയുണ്ട് എനിക്ക്.